Hi all, today we are going to discuss about computational approaches to problem solving from the fourth module. What are computational approaches? Computational approaches refer to the methods and strategies that use computational tools, algorithms and techniques to analyze, model and solve problems. That is, ഒരു കോംപ്ലക്സ് പ്രോബ്ലത്തിനെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിംഗ് പവർ ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, കമ്പ്യൂട്ടറിനെ എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് അപ്രോച്ചസ്, മെത്തേഡ്സ് ആണ് ഈ കമ്പ്യൂട്ടേഷണൽ അപ്രോച്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, so these approaches leverage the processing power of computers to handle complex tasks that are often too large or intricate for manual solutions. അതായത് ഈ കോംപ്ലക്സ് പ്രോബ്ലത്തിനെ നമുക്ക് മാനുവലി സോൾവ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ് ഓർ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. പക്ഷേ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് അത് സോൾവ് ചെയ്യാൻ പറ്റും. നൗ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് അത് കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ട് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദീസ് കമ്പ്യൂട്ടേഷണൽ അപ്രോച്ചസ്. ഓക്കെ, അപ്പം ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഷണൽ അപ്രോച്ചസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ ഈസ് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച്, ഡിവൈഡ് ആൻഡ് കോൺകർ, ഡൈനാമിക് പ്രോഗ്രാമിംഗ്, greedy algorithms, randomized approaches. Okay, so these are the different computational approaches. We will see all these approaches in detail. Now first of all, let's see what is a brute force approach. It's a simple and direct method. In this approach, what we do is we explore all the possible solutions to a problem to find the correct one. That is, we have a complex problem and suppose we have n number of solutions for that problem. Okay, now in brute force approach, what we do is we explore all the n solutions to find the correct one. Okay, but this approach is an inefficient approach because if suppose a problem has a large number of solutions, it is difficult to explore all these solutions. Okay, now let's see the examples of brute force approaches. First one is the padlock. The padlock is a 4-digit code and we need to find that 4-digit code. We explore, see, 4-digit number starts from 000 to 9999. So we have the 4-digit numbers we have from this to this. Okay, so we explore all these 0000 തൊട്ട് 9999 വരെയുള്ള എല്ലാ നമ്പേഴ്സും നമ്മൾ ട്രൈ ചെയ്തിട്ട് നമ്മൾ ആ പാഡ്ലോക്കിൻ്റെ 4-ഡിജിറ്റ് കോഡ് കണ്ടുപിടിക്കും. അതാണ് ഒരു പാഡ്ലോക്കിൽ ഈ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് യൂസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്. സെക്കൻഡ് എക്സാമ്പിൾ ഈസ് പാസ്വേഡ് ഗെസ്സിങ്. സൈബർ സെക്യൂരിറ്റിയിൽ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് ഉപയോഗിച്ചിട്ട് പാസ്വേഡ്, അതായത് ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോസിബിൾ ആയിട്ടുള്ള എല്ലാ സൊല്യൂഷനും, എല്ലാ പാസ്വേഡും ട്രൈ ചെയ്ത് കണ്ടുപിടിക്കും. അപ്പോൾ അതിനെയാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റിയിൽ. പിന്നെ അതേപോലെ ക്രിപ്റ്റോഗ്രാഫിയിൽ എൻക്രിപ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ സുഡോക്കു സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, നൗ ലെറ്റ് us see the characteristics of brute force approach. First one is exhaustive search, simplicity, inefficiency and guaranteed solution. ദാറ്റ് ഈസ്, നമുക്ക് ലാർജ് നമ്പർ ഓഫ് പോസിബിൾ ആയിട്ടുള്ള എല്ലാ സൊല്യൂഷൻസും നമ്മൾ ട്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതൊരു എക്സോസ്റ്റീവ് ആയിട്ടുള്ള സെർച്ചാണ്. ഒരു ഒപ്റ്റിമൈസേഷൻ മെത്തേഡൊന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ എല്ലാ സൊല്യൂഷൻസും ട്രൈ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ആൻ എക്സോസ്റ്റീവ് സെർച്ച്. ഓൾസോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് വരുന്നില്ല ഇതിനകത്ത്. സോ ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇംപ്ലിമെൻറ്റ്. ദെൻ തേർഡ് പോയിന്റ് ഇസ് ഇൻഎഫിഷ്യൻസി. ലാർജ് പ്രോബ്ലംസ് വരുമ്പോൾ, അതായത് ലാർജ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉള്ള ഒരു പ്രോബ്ലം വരുമ്പോൾ വി നീഡ് ടു ട്രൈ ഔട്ട് ഓൾ ദി സൊല്യൂഷൻസ്. സോ ഇറ്റ് ഈസ് എ സ്ലോ പ്രോസസ്സ്. എല്ലാ സൊല്യൂഷൻസും ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ്സ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഇൻഎഫിഷ്യൻറ്റ്. ആൻഡ് ഗ്യാരണ്ടീഡ് സൊല്യൂഷൻ. ഇപ്പോൾ n സൊല്യൂഷൻ ഉള്ള ഒരു പ്രോബ്ലത്തിൽ അതിൽ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. ഇഫ് എ സൊല്യൂഷൻ എക്സിസ്റ്റ്, സോ വി ക്യാൻ ഡെഫിനറ്റ്ലി ഫൈൻഡ് ദ സൊല്യൂഷൻ. ഓക്കെ, now let's see some problems that we can solve using the method brute force approach. Okay, first one is the string matching problem. Now let's see what is the string matching problem.
The problem of string matching involves finding all occurrence of a given pattern within a larger text. That is, for example, we have a larger text, see A, B, C, D, A, B, C, B, D, A. Suppose we have a larger text and now we need to find a particular pattern, for example DA. So this is the pattern I need to find from this larger text. Okay, so this is string matching problem. Using brute force approach, what we do is, first we search this pattern with the first two, the length of this pattern is 2, right? So we compare this text with the first two characters of the larger text. Okay, so we compare AB with DA. So this is not same. So next we compare BC with DA. Now this is not same. Next we compare CD with this pattern. So still it is not same. Next we take DA. We compare DA with the this pattern. Now the match is found. Okay, so we got this pattern here. Okay, now what is the position here where we found this pattern in this larger text? The position is 0, 1, 2, 3. The third position we got this pattern, right? ഇവിടെ എന്താ നമ്മൾ ചെയ്തത്? ഇവിടെ എല്ലാ ഈ പാറ്റേണിനെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ സബ്സ്ട്രിങ്ങുമായിട്ട് നമ്മൾ മാച്ച് ചെയ്തു. ഓക്കെ, ഈ സ്ട്രിങ്ങിൻ്റെ എല്ലാ സബ്സ്ട്രിങ്ങുമായിട്ട് ഇത് മാച്ച് ചെയ്ത് നോക്കി, സെയിം ആണോ എന്ന് മാച്ച് ചെയ്ത് നോക്കും. അങ്ങനെ എവിടെയാണോ നമുക്ക് ഈ സബ്സ്ട്രിങ്, ഈ പെർട്ടിക്കുലർ പാറ്റേൺ എവിടെയാണോ കിട്ടുന്നത് ആ പൊസിഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് സ്ട്രിങ് മാച്ചിങ് പ്രോബ്ലത്തിൽ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യുന്ന രീതി. അപ്പോൾ ഇവിടെ സ്ട്രിങ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത സ്റ്റെപ്സ് എന്ന് പറയുന്നത്, we start by aligning the pattern with the first character of the text. Then we compare the pattern with the substring of each position in the text. If a match is found, record the position. Then we shift the pattern one character to the right and repeat the process. So these are the steps we took for solving the string matching problem using the brute force approach. Okay. Now let us see the second example of problem that we can solve with the brute force approach. This is a subset sum problem. Here the problem is it involves finding a subset of numbers from a given set that adds up to a specific target sum. That is, for example, we have a set of numbers, say, and we have a target. We have a target of say target sum. We have a target sum of 9. Okay. The problem is, see here we have a set of numbers and the target sum 9. Okay. Now the problem is we need to find the subset of this set so that the sum of the elements of that subset equal to 9. Okay. അതായത് ഈ സെറ്റിൽ ഏതോ ഒരു സബ്സെറ്റിൻ്റെ എലമെൻസിൻ്റെ സം ചെയ്യുമ്പോൾ നമുക്ക് ഈ 9 കിട്ടണം. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള സബ്സെറ്റ് ഏതാണ് അത് കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ സബ്സെറ്റ് സം പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഹിയർ വാട്ട് വി ഡു യൂസിങ് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച്, ഹൗ ക്യാൻ വി സോൾവ് ദിസ് പ്രോബ്ലം? സോ ഹിയർ വാട്ട് വി ഡു ഈസ് വി take all the subset of this set. Okay, what are the subset? Say the first subset is empty set and the second is 3 single element sets are there. Okay, 4 etc. single element subsets are there, and now we have a 2 element subset 3 34 34 4 4 12 etc. We have 2 element subsets, and now we have 3 element subsets 3 34 4 and 34 4 12. So likewise we take all the subset of, we consider all the subset of the set, and then we find the sum of all the elements of the subset. So here the sum of all the elements is 0. Here the sum is 3.
Here the sum of the elements is 34. Here the sum of the element is 4. Now here the sum of the element is 34 plus 3, 38. Here the 37. Here the sum of the element is 38. Here the sum of the element is 16. Now here the sum of the element is 10. Here the sum of the element is 50, etc., etc. And for the subset 3, 4, 2, the sum is 9. So like അങ്ങനെ നമ്മൾ എല്ലാ സബ്സെറ്റിൻ്റെയും സം ഇങ്ങനെ സബ്സെറ്റിൻ്റെ എലമെൻസിൻ്റെ സം ഇങ്ങനെ കണ്ടുപിടിക്കും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ സബ്സെറ്റിന് നമുക്ക് സമ്മ് 9 കിട്ടും. ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ 3, 4, 2 എന്ന് പറയുന്ന ഒരു സബ്സെറ്റിന് നമുക്ക് 9 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മാച്ച് ചെയ്ത്, അതായത് എല്ലാ പോസിബിൾ സൊല്യൂഷൻസും നമ്മളിവിടെ ട്രൈ ഔട്ട് ചെയ്യാണ്. ഹിയർ വാട്ട് ആർ ഓൾ ദ പോസിബിൾ സൊല്യൂഷൻസ്, ഓൾ ദി സബ്സെറ്റ്സ് ഓഫ് ദിസ് സെറ്റ്. ഓക്കെ, ഈ സെറ്റിൻ്റെ എല്ലാ സബ്സെറ്റും നമ്മൾ ട്രൈ ചെയ്യും. അതിൻ്റെ എല്ലാത്തിൻ്റെയും സം കണ്ടുപിടിച്ചിട്ട് ഏതാണോ നമുക്ക് 9 കിട്ടുന്നതെന്ന് നോക്കും. ആ സബ്സെറ്റാണ് ഇതിൻ്റെ സൊല്യൂഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ചാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് ഉപയോഗിച്ചിട്ട് സബ്സെറ്റ് സം സോൾവ് ചെയ്യാൻ വേണ്ടി എടുത്ത സ്റ്റെപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വി ജനറേറ്റ് ഓൾ സബ്സെറ്റ് ഓഫ് ദി ഗിവൺ സെറ്റ് ഓഫ് നമ്പേഴ്സ്. ദെൻ സെക്കൻഡ് ഇസ് ഹിയർ നമ്മൾ ഈ സെറ്റിൻ്റെ എല്ലാ സബ്സെറ്റും നമ്മൾ ജനറേറ്റ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് ഫോർ ഈച്ച് സബ്സെറ്റ് കാൽക്കുലേറ്റ് ദ സം ഓഫ് ഇറ്റ്സ് എലമെൻറ്റ്സ്. ലൈക്വൈസ് നമ്മൾ ഇവിടെ ഓരോ സബ്സെറ്റിൻ്റെയും സമ്മ് നമ്മൾ കണ്ടുപിടിക്കുന്നു. നെക്സ്റ്റ് ഇസ് കമ്പയർ ദ സം വിത്ത് ദ ടാർഗറ്റ് വാല്യൂ. വി ഹാഡ് എ ടാർഗറ്റ് വാല്യൂ 9 ആൻഡ് ഈ ഓരോ സമ്മ് നമ്മൾ ഈ ടാർഗറ്റ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്തു. ദെൻ ഫൈനലി ഇഫ് ദ സബ്സെറ്റ് സം മാച്ചസ് ദ ടാർഗറ്റ്, ആ ടാർഗറ്റ് 9ഉമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നൗ റിട്ടേൺ ദാറ്റ് സബ്സെറ്റ്. സോ ദാറ്റ് സബ്സെറ്റ് മാച്ച് ചെയ്യുന്ന ടാർഗറ്റായിട്ട് മാച്ച് ചെയ്യുന്ന സബ്സെറ്റ് ഏതാണോ ആ സബ്സെറ്റാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് ഉപയോഗിച്ചിട്ട് സബ്സെറ്റ് സം പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് സീ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച്. അഡ്വാൻറ്റേജ് ഓഫ് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച്, ഗ്യാരണ്ടീഡ് സൊല്യൂഷൻ. അതായത് നമ്മൾ എല്ലാ സൊല്യൂഷൻസും ട്രൈ ഔട്ട് ചെയ്യുന്നത് കൊണ്ട് ഡെഫിനറ്റ്ലി അതിൽ ഒരെണ്ണം ഗ്യാരണ്ടീഡ് സൊല്യൂഷൻ ആയിരിക്കും അല്ലേ. സെക്കൻഡ് ഇസ് സിംപ്ലിസിറ്റി. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒന്നും ഇവിടെ വരുന്നില്ല, നമ്മൾ ജസ്റ്റ് ട്രൈ ഔട്ട് ഓൾ ദി സൊല്യൂഷൻസ്. സോ ഇറ്റ് ഇസ് സിമ്പിൾ. വേഴ്സറ്റിലിറ്റി, വർക്ക്സ് ഇൻ മെനി ഏരിയാസ് ലൈക്ക് ബിക്കോസ് ഈ ഒരു അപ്രോച്ച് മെനി ഏരിയാസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പസിൽ സോൾവിങ്, ക്രിപ്റ്റോഗ്രാഫി, ഓപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ്, ഓൾ ദീസ് in all these areas we can use brute force approach. These are the advantages of brute force. And now let's see the disadvantages of brute force. First one is the computational intensity. It requires a lot of time and resources. നമ്മൾ എല്ലാ സൊല്യൂഷൻസും ട്രൈ ഔട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ടൈം വേണ്ടി വരും. ഇതൊന്ന് സോൾവ് ഒരു നമ്മുടെ സൊല്യൂഷൻ കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഒരുപാട് ടൈം വേണ്ടി വരും. ആൻഡ് റിസോഴ്സസ് ഓൾസോ, കമ്പ്യൂട്ടേഷണൽ പവർ ഒരുപാട് വേണ്ടി വരും. ഓക്കെ, ആൻഡ് സെക്കൻഡ് ഈസ് ടൈം കോംപ്ലെക്സിറ്റി. എഗെയിൻ ടൈം ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് എന്ന് പറയുന്നത് വെരി സ്ലോ ആണ്. സോ വി നീഡ് ഫോർ എ പർട്ടിക്കുലർലി ലാർജ് പ്രോബ്ലംസ് വരുമ്പോൾ വി നീഡ് ലോട്ട് ഓഫ് ടൈം. സോ ഇറ്റ് ഈസ് ടൈം കോംപ്ലെക്സിറ്റി ഹൈ ആയിരിക്കും. നെക്സ്റ്റ് ഇസ് സ്കെയിലബിലിറ്റി. ഫോർ വെരി ലാർജ് പ്രോബ്ലംസ് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് ബിക്കംസ് ഇംപ്രാക്ടിക്കൽ. അതിൻ്റെ റീസൺ ഇതാണ്, ഒരുപാട് സൊല്യൂഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ട്രൈ ഔട്ട് ചെയ്യാമെന്ന് പറയുന്നത് ഇംപ്രാക്ടിക്കലാണ്. ഓക്കെ, സോ ഇത്രയാണ് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ചിനെ പറ്റി പഠിക്കാനുള്ളത്. പിന്നെ ഇതിനകത്ത് വരാവുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരാം. പിന്നെ പ്രോബ്ലം വരുന്നത് കുറച്ച് സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ട് തരും, അതേപോലെ ഒരു ടാർഗറ്റ് വാല്യൂം തരും. സബ്സെറ്റ് സം പ്രോബ്ലം ഉപയോഗിച്ചിട്ട് അത് സോൾവ് ചെയ്യാൻ പറയും. അതായത് ആ സമ്മ് വരുന്ന രീതിയിൽ സബ്സെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് എന്താണെന്നൊന്ന് ജസ്റ്റ് പറയണം. അതേപോലെ ഈ സബ്സെറ്റ് സം പ്രോബ്ലത്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ സ്റ്റെപ്സ് അനുസരിച്ച് ഈ സബ്സെറ്റ് സം പ്രോബ്ലം തന്നിരിക്കുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ സബ്സെറ്റൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സം കണ്ടുപിടിച്ച് എന്നിട്ട് നമ്മുടെ ടാർഗറ്റ് വാല്യൂമായിട്ട് ഏതാണോ മാച്ച് ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ച് മാച്ച് ചെയ്യുന്ന സബ്സെറ്റ് ഏതാണോ അത് എടുത്തെഴുതണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അത് ആൻസർ ചെയ്യേണ്ടുന്നത്. പിന്നെ അതുപോലെ ഇങ്ങനെയും വരാം, സ്ട്രിങ് മാച്ചിങ് പ്രോബ്ലം വേണമെങ്കിൽ വരാം. അതായത് ഒരു ലാർജർ ടെക്സ്റ്റ് തന്നിട്ട് ഒരു പാറ്റേണും തരും. ആ പാറ്റേൺ ഈ ലാർജർ ടെക്സ്റ്റിനകത്ത് ഏതെങ്കിലും മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അതിൻ്റെ പൊസിഷൻ റിട്ടേൺ ചെയ്യാൻ പറയും. ഏത് പൊസിഷനിലാണ് മാച്ച് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ അതും ഇതാണൊക്കെ നമ്മൾ ഓരോ സബ്സ്ട്രിങ് എടുത്തിട്ട് മാച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച്. താങ്ക് യു.